ഇപ്പോൾ കഴിഞ്ഞ 4 ദിവസമായിട്ട് കുട്ടി വന്നതിൽ നിന്ന് വലിയ പുരോഗതി ഉണ്ട് എന്ന് പറയാൻ ഡോക്ടർമാർ തയ്യാറല്ല. കാരണം സർജറിയുടെ ആവശ്യമില്ല എന്നുള്ളത് ഒരു 3 തവണയെങ്കിലും CT സ്കാൻ എടുത്ത് പരിശോധിച്ചപ്പോൾ ആ രൂപത്തിലൊരു ബ്ലഡ് ക്ലോട്ടിങ്ങോ മറ്റൊന്നും കണ്ടെത്താറായിട്ടില്ല. മറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത് ബ്രെയിനിലേക്ക് വരുന്ന എല്ലാ ഞരമ്പുകളും കൂടിച്ചേരുന്ന ഒരു ഭാഗം നമ്മുടെ കഴുത്തിലുണ്ട്, ഒരു സ്റ്റെം എല്ലാം കൂടിച്ചേരുന്ന ആ ഭാഗം പൂർണ്ണമായും ചതഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ അത്തരമൊരു സന്ദർഭത്തിൽ ഒരു സർജറി എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്ന ഒന്നല്ല. നമ്മുടെ കേരളത്തിലോ കേരളത്തിന് പുറത്തോ കിട്ടാവുന്ന ഏത് ആശുപത്രിയിലും കിട്ടാവുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റാണ് കുട്ടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ വീഴ്ച അത്യന്തം ഗൗരവതരമായ മുറിവ് ബ്രെയിനിന് ഏൽക്കത്തക്ക വിധത്തിലുള്ളതായിരുന്നു. പെൺകുട്ടികൾക്ക് നേരെ ഉയർന്നു വരുന്ന ഇതുപോലുള്ള ആക്രമണത്തിന് തടയിടാൻ കേന്ദ്ര സർക്കാർ, റെയിൽവേ വകുപ്പും ബോർഡും ഏറ്റവും കാര്യക്ഷമമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ അത് കേരളത്തിലായതുകൊണ്ട് അറിയുന്നു, വടക്കേ ഇന്ത്യൻ പല സ്റ്റേറ്റുകളിലാണെങ്കിൽ അറിയുക തന്നെയില്ല. അപ്പോൾ ഈ കേരളത്തിലുള്ള സംഭവങ്ങൾ അറിയുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ട്രെയിൻ യാത്ര പലപ്പോഴും സ്ത്രീകൾക്ക് സുരക്ഷിതത്വമല്ലാത്ത സ്ഥിതിയിലേക്ക് എത്തുന്നു എന്നുള്ളത് ഗൗരവമായി കണ്ട് കേരളത്തിലെ പാർലമെൻറ്റ് മെമ്പർമാർ ഈ വിഷയം പാർലമെൻറ്റിനകത്ത് അതിശക്തമായിട്ട് എടുത്തുകൊണ്ട് ഓരോ ബോഗിക്കകത്തും അതിനാവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഓഫീസർ, സെക്യൂരിറ്റി ഓഫീസർ എന്നുള്ള നിലയിൽ കൊണ്ടുവരേണ്ടതുണ്ട്.